ടാസ്കിലേക്ക് നമസ്കാരം. ടാസ്ക്കാണ് കേട്ടോ. ഇതൊരു പാചകത്തിന് ടാസ്ക്കാണ്. ഹെൽത്തി ഗ്രോസർ കായത്തിൻ്റെ ഒരു സ്പോൺസേഡ് ടാസ്ക്കാണ്. ഇതിനകത്ത് 2 ഗ്രൂപ്പായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഈ ഗെയിമിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോർഡിൽ ഓരോ എന്താ ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട വിഭവത്തിൻ്റെ ഒരു കാർഡ് വെച്ചിരിക്കും. ആ കാർഡ് നോക്കിയിട്ട് അതനുസരിച്ചുള്ള റെസിപ്പിയിൽ ഈ കായം ചേർത്ത് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. അതിനകത്ത് 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് വേറെ റൂളെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒന്നിലധികം ഐറ്റം ചെയ്യാൻ പാടില്ല. 2 പേരെ അറ്റ് എ ടൈമിൽ ചെയ്യാൻ പാടുള്ളൂ. അതുതന്നെ ഈ ചെയ്യുന്ന ഐറ്റത്തിന് ഒരു പോയിൻറ്റും അത് അവതരിപ്പിക്കുന്നതിന് 10 പോയിൻറ്റും അങ്ങനെയാണ് ഇതിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതിൽ ടീം എയിൽ രേണു, ശൈത്യ, അനു, ഒനിയൽ, ഷാനവാസും ആര്യനും ആദില നൂറയാണുള്ളത്. മറ്റേ ടീമിൽ അനീഷും റെനയും അക്ബറും ശരത്തും ജിസയിലും സരികയും ബിന്നിയുമാണുള്ളത്. 3 പേര് ഇതിൻ്റെ ജഡ്ജസാണ്. അത് അഭിലാഷും ശാരികയും നെവിനുമാണ്. ഇപ്പം ബിഗ് ബോസ് ഇവർക്കെല്ലാം പാചകത്തിനിടാനുള്ള ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെയർ ക്യാപ്പും അതായത് ഷെഫിനൊക്കെയുള്ള അതേ ഡ്രസ്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഗ്രീൻ കളറും വൈറ്റ് കളറുമായിട്ട്, വൈറ്റ് കളറിലെ ഹെയർ ക്യാപ്പും ഗ്രീൻ കളർ ഡ്രസ്സുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടാസ്ക് തുടങ്ങാൻ പോവുകയാണ്. ആ ടാസ്ക് കംപ്ലീറ്റ് ആയതിൽ വിജയികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിജയിച്ചത് നമ്മളുടെ ഷാനവാസിൻ്റെ ടീമായ ഷാനവാസ്, അനു തുടങ്ങിയവരുടെ ടീമായ ടീം എ ആണെന്ന് തോന്നുന്നു. ടീം എ ആണോ ബി ആണോ എന്നറിയത്തില്ല. ഏതായാലും ആ ടീമാണ് ജയിച്ചിരിക്കുന്നത്. പിന്നെ അവരുടെ 2 കൂട്ടരും നല്ല റെസിപ്പി ആയിരുന്നു ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അതിനകത്ത് ഏറ്റവും ബെറ്ററായിട്ട് പ്രസൻറ്റേഷൻ വന്നത് ഇവരുടെ അനുമോളടങ്ങിയ ടീമിൻ്റെ ആയിരുന്നു. അത് കാരണം അവരാണ് ഈ ടാസ്കിൽ വിന്നറായിരിക്കുന്നത്. വിജയികൾക്ക് 5000 രൂപയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 5000 രൂപ അനുമോളുടെ ടീമിന് കിട്ടി.